നമ്മളെ ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പരമാവധി ക്ഷമിക്കും. നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ ഒന്നും നമുക്ക് ഒരുവിധം ലിവറിന് പ്രശ്നമുണ്ടെന്ന് അറിയില്ല, ഫാറ്റി ലിവറൊക്കെ പ്രത്യേകിച്ചും. അതതിൻ്റെ അവസാന നിമിഷം വരെ അത് പണിയെടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് ഫാറ്റി ലിവറൊക്കെ നേരത്തെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ MRI ഒക്കെ എടുത്തെങ്കിൽ, അൾട്രാസൗണ്ടിലൂടെ ഒരു 15% മേലെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിലേ അറിയുള്ളൂ. പക്ഷേ MRI ഒക്കെ ആണെങ്കിൽ ഈവൻ 5% മേലെ ഉണ്ടെങ്കിലും അത് MRIയിൽ കാണിക്കും. നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു അവയവം തന്നെയാണ് ലിവർ. അതുകൊണ്ട് ഒരു 5% വരെയൊക്കെ ഫാറ്റ് അതിലുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ മേലെ പോകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സ്റ്റേജിലൊക്കെ നമ്മൾ അധികം മരുന്നൊന്നും കഴിക്കണ്ട. നമ്മൾ ജസ്റ്റ് നമ്മളെ ഇപ്പം കൂടുതലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക, കുറവുള്ളതൊക്കെ ഒന്ന് കൂട്ടുക. നമ്മൾ ഓവറായിട്ട് ഓയിലി ഫുഡും ഷുഗർ കണ്ടൻറ്റുള്ള ഫുഡും പാക്ക്ഡ് ആൻഡ് ടിൻ ഫുഡ് അങ്ങനെയുള്ള ലിവറിന് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. അതുപോലെ നമ്മൾ ചിലപ്പോൾ കുറച്ചേ ഉറങ്ങുന്നുണ്ടാവുന്നുണ്ടെങ്കിൽ ഉറക്കമൊക്കെ ഒന്ന് പ്രോപ്പറാക്കുക. ചിലപ്പോൾ നമ്മൾ എക്സസൈസ് തീരെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1 hour വാക്കിംഗ് അല്ലെങ്കിൽ ജോഗിങ് അങ്ങനെയുള്ള മൈൽഡ് എക്സസൈസൊക്കെ നമ്മൾ ചെയ്യുക. ഷുഗർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറയ്ക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏർലി സ്റ്റേജിൽ നമുക്ക് ഉണ്ടാകുന്ന ഫാറ്റി ലിവറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.